ഈ പോയ ഹെലികോപ്റ്ററിന് ഈ കഥയിലോ പഞ്ചായത്തിലോ ഒരു കാര്യവും അല്ലെങ്കിൽ തന്നെ ആകാശത്ത് എന്ത് നടന്നാൽ എന്താ, അത് ഇടിഞ്ഞു വീഴാത്തിടത്തോളം നമ്മളെല്ലാം സേഫ്. ഇതേ വിശ്വാസത്തിലാണ് ഈ നാട്ടുകാരും കഴിയുന്നത്. നമസ്കാരം. ഞാൻ ലേറ്റായില്ലല്ലോ. ഒരു എയർപോർട്ടിന്റെ കുറവ് കൂടിയുണ്ട് പഞ്ചായത്തിന്. ശരിയാക്കാം. ഗൾഫിൽ നിന്ന് വർക്കി സാർ വരെ എത്തി. അവിടെ പോയി കിടക്കുക. വർക്കി സാറേ, സാർ ഇവിടെ ഇല്ലാതിരുന്ന 5 വർഷവും യാതൊരു വിഷമവും സാറിന്റെ വാർഡിലുള്ളവരെ ഞാൻ അറിയിച്ചിട്ടില്ലേ. വർക്കി സാറില്ലാത്തതിന്റെ വിഷമം മണ്ഡലം പ്രസിഡന്റ് അലക്സി ഉള്ളതുകൊണ്ട് നീന കോശി അറിഞ്ഞിരുന്നില്ല. അല്ല, മാറിപ്പോയി. ആരൊക്കെ വന്നാലും നിന്നാലും ഇരുന്നാലും കൊള്ളാം, പക്ഷെ പാലത്തിന്റെ അഴിമതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. ബാബുരാജേ, നിങ്ങൾ പ്രതിപക്ഷത്തിന് വോക്കൗട്ട് ചെയ്യാനല്ലേ? ആ സുനന്ദി ഒന്ന് വന്നോട്ടെ. അത് പറ്റില്ല, ഞങ്ങൾക്ക് ഇപ്പൊ തീരുമാനം ഉണ്ടാവണം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കേ. സുനന്ദയ്ക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത്? അവള് പശുവിനെ കുളിപ്പിച്ച് പച്ചക്കറിയൊക്കെ വീട്ടിൽ കിടക്കുന്നുണ്ടാവും. പ്രസിഡന്റ് വേഗം പരിപാടി തുടങ്ങി. അവളില്ലാതെ വല്ല തീരുമാനം എടുത്താലുള്ള സ്ഥിതി അറിയാലോ. അലക്സിയുടെ ഗ്രൂപ്പായി പോയി. കേട്ടി മതിയായിരുന്നു. സുനന്ദ കയറ്റി വെച്ചത് ഈ കുഴപ്പത്തിനൊക്കെ കാരണം. ഹലോ പ്രസിഡന്റ്, ഞാനിപ്പോ എത്തും. ഞാൻ വാർഡില്ല, കുടുംബശ്രീ മീറ്റിംഗില്ല. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ദേ എത്തി. റോക്കറ്റ് തുമ്പയിലാണേലും ഭ്രമണപഥത്തിൽ എത്തി എന്നേ സുനന്ദ പറയൂ. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, തുടങ്ങാം. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. മെമ്പർ വക പടവലം 22,200. ചേട്ടാ റൗണ്ട് ചെയ്തേ ഒരു 20 എഴുതിക്കോ. വില അല്പം കുറഞ്ഞിട്ടുണ്ടേ, ഒരു 60. അത് രാസം, ഇത് ജൈവം. ഇതിനകത്തെ പുഴു പോലും നാച്ചുറലാ, വിശ്വസിക്കാം. കിലോയ്ക്ക് 80 രൂപ വരെ വാങ്ങിക്കാം. അയ്യോ, എന്ന് പറഞ്ഞ അങ്ങനെ. ചേട്ടനൊരു 45 എഴുതിക്കോ. ഉറപ്പാണോ മെമ്പറെ? ആന്നേ, കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലെങ്കിലേ ഞാൻ വൈകിട്ട് വരുമ്പോ വാങ്ങിച്ചോളാം. ആയിക്കോട്ടെ. പിന്നെ സുരേഷ് വന്ന് ചോദിച്ചാ പൈസ ഒന്നും കൊടുത്തേക്കല്ലേ. ഈ ചീര ചേട്ടൻ ഫ്രീ എടുക്കും. തൂക്കവും വിലയെല്ലാം അങ്ങ് കുറച്ചല്ലോ. മെമ്പർക്ക് ഇത് എന്ത് പറ്റും? ഒന്നുമില്ല കൊച്ചാട്ടാ, ഇലക്ഷൻ അടുത്തതിന്റെ പറഞ്ഞു കേട്ടില്ലേ, KP വന്ന പൈസ കൊടുക്കരുത്. ചേച്ചി അനിയനായിട്ട് എന്തോ കാര്യം. രണ്ട് ഗ്രൂപ്പാ. സമരങ്ങളുടെ പൂരപ്പരമ്പായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ഒരു ലൈവ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ അപ്പ് ചെയ്യുന്നത്. പിൻവാതിൽ നിയമനത്തിനും ജലചൂഷണത്തിനുമെതിരെ UDP യുടെ പൂച്ചക്കുട്ടിക്ക പോലത്തെ യുവത്തന്മാർ എന്ന നിലയിൽ സെക്രട്ടേറിയറ്റ് പറയാൻ പോകുന്ന കാഴ്ച. ഭരണപക്ഷത്തിന്റെ ചങ്കായ പോലീസും ഒരു വശത്ത് സെറ്റായി കഴിഞ്ഞു. ഇതാ സമരത്തിന്റെ രൂപവും ഭാവവും ചേഞ്ച് ആവുകയാണ്. പാലിക്കാരുടെ മുന്നിലേക്ക് അവർ കടന്നു കയറി കഴിഞ്ഞു. ഒരു കല്ല്, 2 കല്ല്, 3 കല്ല് പോലീസ് മാമൻ സാറിന്റെ തലടിച്ച് പൊട്ടിച്ച് പത്രക്കാരെ ഫോട്ടോ എടുത്ത് ഫ്രണ്ട് വെച്ച് കൊടുക്കണേ. അയ്യോ, എന്തോ കുഴപ്പമുണ്ട്, വിരലുകൾ അസ്ഥിക്കൂടം പോലെ അല്ലേ? കുഴപ്പമൊന്നുമില്ലടോ. എന്നാലും ഒരു പ്ലാസ്റ്റിക് സിസ്റ്ററെ, ഈ പോലീസുകാരെ എല്ലാരും അറിയട്ടെ. നരനായാട്ട് നായാട്ടോ വിളയാട്ടോ പ്രക്കാട്ടോ എന്തെങ്കിലും ആവട്ടെ, ഒരു ചെറിയ പ്ലാസ്റ്റിക് സിസ്റ്റം. അതിന്റെ ഒന്നും ആവശ്യമില്ല. സിസ്റ്റർ കമ്മിയാണല്ലേ? ഇവിടെ ബെഡും കമ്മിയാ. കയ്യും കാലും ഒടിഞ്ഞവർക്ക് ഇവിടെ കിടക്കാൻ സ്ഥലമില്ല. മനുഷ്യന്റെ സമയം മെനക്കെടുത്താതെ ഒന്ന് പോയേ. ഈ മഷിവെള്ളം മരുന്നെങ്കിലും തരോ? അത് മുഖം കഴിക്കാൻ മതി, പൊക്കോളും. ചെറിയൊരു ബാൻഡൊക്കെ തരോ? പുറത്ത് മെഡിക്കൽ സ്റ്റോറി കിട്ടും, വേണേ പോയി മേടിച്ചേ കുടിച്ചോ. ആരോഗ്യവകുപ്പ് മൊത്തം താറുമാറാണല്ലേ. ഹലോ ലീഡറെ, രാധനാണേ. എടാ, എങ്ങനെയുണ്ട് TV-ലെ പെർഫോമൻസ്? നീ കണ്ടായിരുന്നോ? കണ്ടങ്ങ് മൂത്ത് വരെയായിരുന്നു. പക്ഷെ അപ്പോഴാ നമ്മുടെ നക്സല് മത്തായിക്കുട്ടി മാപ്പിള മരിച്ച കാര്യം അറിഞ്ഞത്. 4-ാം മരല കഴിഞ്ഞ ദിവസം പുള്ളിനെ കണ്ടപ്പോൾ 1000 രൂപ കടന്നു പറഞ്ഞു. അത് പോയി ഇല്ലടാ, ഇതൊരു ചാൻസ് ആണ്. എനിക്ക് സുന്ദര കഞ്ചനകീനാവണം. കഴിഞ്ഞ തവണ 7-ാം വാർഡിൽ ദാഴ്ചന മരിച്ചപ്പോൾ സുന്ദരൻ സ്കോർ ചെയ്തത്. ഇത്തവണ എനിക്ക് സ്കോർ ചെയ്യണോടാ. ദേ, ലീഡർ പറഞ്ഞാ മതി, അതുപോലെ ചെയ്തിരിക്കും. നീ ഒരു പണിയായി
മാപ്പിളുടെ കാലിന്റെ അവിടെ ഒരു റീത്ത് വെക്ക്. ആ നെഞ്ച് തന്നെ വെച്ചു റീത്ത്. എന്നാലേ 4 പേര് കേപ്പിനൊന്നും അറിയുള്ളൂ. അല്ല ഇപ്പൊ നെഞ്ചത്ത് വെക്കണമെങ്കിൽ റീത്തിന്റെ പൈസ കൊടുക്കും. നീ 5 ട്രില്യൺ ഇന്ത്യൻ എക്കണോമിയെ പരിഹരിക്കരുത്. അതിനൊക്കെ വഴിയുണ്ടാക്കാം. എന്തായാലും പാലംപണിയുടെ കാര്യം അടിയന്തരമായി ചർച്ച ചെയ്തേ പറ്റും. ഏയ് ഇത്തരം ആരോപണങ്ങളിൽ ഒന്നും ഒരു കഴമ്പുമില്ല. പാലത്തിന്റെ ബലം ബ്രിഡ്ജ് മാൻ ഈ ഭാസ്കർ മേസ്ത്രി വന്ന് ചെക്ക് ചെയ്യാമെന്ന് നേരിട്ടുണ്ട്. അത് കഴിയട്ടെ. എന്തിന് ബ്രിഡ്ജ് മാനൊന്നും വേണ്ട. ഒരു സൈക്കിള് കയറിയ തന്നെ പാലം കിടന്നിളക 600 ചാക്കെന്നൊക്കെയാ കണക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ 6 ഇട്ടോന്ന് വരെ സംശയമുണ്ട്. പഞ്ചവടി പാലം, പാലാരിവട്ടം പാലം, ദേ ഇപ്പൊ പട്ടരകടവ് പാലം. പണ്ട് ആറ്റുമണല ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ പാറപ്പൊടിയാ. അതിന്റെ ചെറിയ ഒരു ബല വ്യത്യാസം, അല്ലാതെ അഴിമതിയൊന്നുമില്ല. അല്ലേ ശ്രീജയ്? അതാണ് പുതിയതായിട്ട് ഞങ്ങൾ വെച്ച സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കത്തുന്നുണ്ടല്ലോ. അത് അടുത്ത അഴിമതി. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു പരാതി മുഴുവൻ. സ്വിച്ച് ഇട്ടപ്പോ പോസ്റ്റോടെ ഒന്നാ കത്തിയത്. ഇത് അഴിമതിയാണ്. UDPയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ കൂട്ടത്തോടെ വാക്കൗട്ട് ചെയ്യുന്നു. അതെ, ശരി, ആഗ്രഹം പോലാട്ടെ. പാലമഴിമതി CBI അന്വേഷിക്കുക. ആകെ 3 പേരുണ്ട്. ചേട്ടാ KP റീത്ത്. പിന്നെ പറഞ്ഞായിരുന്നു റീത്തല്ലേ? കൊണ്ടുപോയിക്കോ. താങ്ക് യു. അഴിമതി യോജനയല്ലേ ഏറ്റു? ചേട്ടാ ഐശ്വര്യേട്ടാ റീത്തിങ് എടുത്തേ, വേഗം ആയിക്കോട്ടെ. മെമ്പറിന്റെ റീത്ത് മേടിച്ചിട്ട് പോയല്ലോ. ആര് KP സുരേഷോ? അല്ലല്ല, ലീഡർ KP അല്ല, ആ രാധൻ. ഓഹോ, അവൻ അത്രയും ബുദ്ധിയായോ? ഇപ്പൊ പോയതിനെക്കാട്ടിലേ മുഴുത്തൊരു റീത്ത് ചേട്ടനും എടുത്തു. ആ ജമന്തി മതി, ജമന്തിയെ. ആയിക്കോട്ടെ, ഇപ്പൊ തരാവേ. അനാചാരത്തിനുമെതിരെ മതങ്ങൾക്കും പൗരോഹിത്യത്തിനും ഫ്യൂഡലിസത്തിനുമെതിരെ പോരാടിയ വിപ്ലവ സമരനായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ ശവസംസ്കാരം മാർ മെട്രോന്യൂസ് ക്ലീറ്റസ് ഇവാനിയോസ് ബാവയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ആചാരപൂർവ്വം നടത്തപ്പെട്ടത് വിവരം. എത്ര റീത്ത് പോയി ചേട്ടാ? ഈ നാക്സൽ മാപ്പിളയൊക്കെ ചാത്ത ആരാ റീത്ത് വെക്കാൻ പോകുന്നത്? ഇടതുപക്ഷക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സുനന്ദയുടെ പറ്റില്ല 2, പിന്നെ വേറൊരാള്, അത്ര തന്നെ. അതിനൊക്കെ കേരള കോൺഗ്രസ്. ഹോ, എന്താ ഫാൻസ്, എന്താ ഫോളോവേഴ്സ്. റീത്തൊക്കെ ചെറ പറയുന്നു പോവും. ആ മോനെ, ആ KP സുനന്ദന്നുള്ളതേ മുഴിപ്പിച്ചടിച്ചോ. എന്റെ പൊന്നിയാണ് നേരമില്ലാതെ നേരത്താണോ ഈ തമാശ കളി? ഒറ്റ വരിയിൽ അടിച്ചു തന്നേ. ശരി എന്നാ. എന്ത് പിടിയില്ല, ചുമ്മാ അല്ല പഞ്ചായത്തിൽ മരണനിരക്ക് കൂടുന്നത്. ഈ ആംബുലൻസിന്റെ അന്തസ്സിന് ചേരുന്ന രീതിയിലങ്ങ് പറപ്പിക്കളിയാ. കുറവാണ്.